വർഷം 1872. സാങ്കേതിക വിദ്യകൾ ഇന്ന് കാണുന്നതുപോലെ അധികം മികക്കാത്ത ഒരു കാലമായിരുന്നു അത്. ആയിടെ കപ്പലുകൾ കടലിൽ കാണാതാവുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരുന്നു. ആ സമയത്താണ് ഒമേരി സെലസ്റ്റ് എന്ന കപ്പൽ അതിൻ്റെ യാത്രക്കൊരുങ്ങുകയുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 7-ാം തീയതിയായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലേക്കായിരുന്നു ചരക്കുമായി കപ്പലിൻ്റെ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. കപ്പലിൽ ക്യാപ്റ്റൻ ബെഞ്ചമിൻ എസ് ബ്രിഗ്ഡും 8 സഹായിയും കുടുംബവും ഉണ്ടായിരുന്നു. ഏറെ യാത്രയുണ്ട് ഇറ്റലിയിലേക്ക്. മാസം 1 കഴിഞ്ഞു. ഒരു ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് കരയിലേക്ക് ഒരു സന്ദേശമെത്തുകയും ചെയ്തു. മേരി സെലസ്റ്റ് എന്ന കപ്പൽ നടുക്കടലിലൂടെ ഒഴുകി നടക്കുന്നു. ആരുമില്ലാതെ, ഒരു കേടുമില്ലാതെ. ഭക്ഷണവും വസ്ത്രങ്ങളുമെല്ലാം കപ്പലിൽ സുരക്ഷിതമാണ്. ഇതായിരുന്നു സന്ദേശം. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമായിട്ടില്ല. എങ്ങനെ കപ്പൽ ഒറ്റപ്പെട്ടു? കപ്പലിലെ യാത്രക്കാർ എവിടെ പോയി? കേടുപാടുകളില്ലാത്ത കപ്പൽ എങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു? ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. പല കഥകളും കപ്പലിനെ ചുറ്റിപ്പറ്റി വന്നു തുടങ്ങിയിരുന്നു. കപ്പൽ പൈശാചിക ബാധയേറ്റതാണെന്നായിരുന്നു അതിലൊരു സമർത്ഥനം. അത് സമർത്ഥിക്കാൻ കപ്പലിൻ്റെ പഴയ കപ്പിത്താൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കഥ മുതൽ പലതും ആളുകൾ മെനഞ്ഞെടുത്തു തുടങ്ങിയിരുന്നു. കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിച്ച് അതിലുള്ളവരെ വകവരുത്തിയതാകുമെന്നായിരുന്നു മറ്റൊരു നിഗമനം. എന്നാൽ കപ്പൽ ആക്രമണം നടന്നതിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചരക്കുകൾ നഷ്ടപ്പെട്ടിട്ടുമില്ലായിരുന്നു. കപ്പലിനെ കടലിലെ ഏതോ ഭീകരജീവി ആക്രമിച്ചതായിരിക്കുമെന്നായിരുന്നു അടുത്ത കണ്ടെത്തൽ. എന്നാൽ കപ്പലിൻ്റെ താഴെ അറയിൽ കുറച്ചുയരത്തിലായി വെള്ളമുണ്ടായിരുന്നു. കപ്പലിലെ ഒരു ലൈഫ് ബോട്ട് കാണാനില്ലായിരുന്നു. കപ്പൽ മുങ്ങിപ്പോകുമെന്ന ഭയത്താൽ കപ്പലിലുള്ളവർ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടതാകുമെന്നായിരുന്നു മറ്റൊരു നിഗമനം. ഈ നിഗമനമാണ് പിന്നീട് കൂടുതൽ വിശ്വാസ്യത നേടിയത്. എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞും ആ കപ്പലിലെ യാത്രക്കാർ എവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.